അപ്പോൾ അടുത്തതായി നിങ്ങൾ കാണുന്നത് വാൻ ലൈഫാണ്, അതായത് വാഗണർ ലൈഫ്. ഇതിൽ ബെഡ് സെറ്റായി. ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ 2 പേര് അഡ്ജസ്റ്റ്മെന്റിൽ കിടക്കും. ഇച്ചിരി ചുരുണ്ടൊക്കെ ഇരിക്കേണ്ടി വരും. പക്ഷെ ഈ ഇരിക്കുന്ന 2 പേരെ ഞങ്ങൾ പുറത്താക്കും. ഇരുന്നും പുറത്താ. പിന്നെന്തോ വിചാരിച്ചേ? അടുത്ത ആൾ കയറി. കുഞ്ഞാ ബർത്ത് ഒന്നും പറ്റില്ല. ഞങ്ങൾ 3 പേരും വണ്ടി നിർത്തിയിട്ട് കിടക്കും. ഞങ്ങൾക്ക് 3 പേർക്കും കിടക്കാനും പറ്റും. കാലിങ്ങനെ മടക്കി വെച്ചാൽ മതി. ഫ്രണ്ടിലോട്ട് വെച്ചാ ചേച്ചി, നേരെ വെച്ചേ, നേരെ. ഇങ്ങനെ 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 കിടക്കും. ഇനി തിരിഞ്ഞു കിടന്നാ കാലങ്ങ് വരെ നീട്ടി വെക്കാം. ചേച്ചി ഏറ്റവും നീളം കൂടുതൽ കാലുള്ള നടുക്ക് കിടന്ന അങ്ങോട്ട് കാല് വെച്ചാൽ മതി. എടാ ഇത് കണ്ടോ, ഇങ്ങോട്ട് വെക്ക്. കിടു അത് കണ്ടോ, ഇത് കണ്ടോ നീ? ഇതാകുമ്പോ നമ്മള് വിശ്രമവേളകളിൽ ഫുഡ് കഴിക്കാം. എന്തിന്? സ്വിമ്മിംഗ് പൂൾ അല്ലല്ലോ, ബെഡ്റൂമിൽ. അല്ല, ഇത് കണ്ടാണ് നീളക്കൂടുതൽ കാളൊന്നും നടക്ക് കിടന്നാല് നീട്ടി അങ്ങ് വെച്ചാൽ മതി. മലപ്പുറത്ത് ഞാൻ പോകുമ്പോ ഇങ്ങനെ പോകും. ഇനി മറ്റൊരു ഓപ്ഷൻ ഞാൻ പറയട്ടെ, വേറെ ആരും പറയട്ടെ. കിച്ചു ഫോൺ പിടി. ഇവിടെ എന്തെങ്കിലും വേണ്ട, അവനെ കൂടെ കൊണ്ടുപോയി ജർമ്മൻ അങ്ങ് പോട്ടെ. നിർത്തി വെച്ചാല് കേക്ക് കിച്ചു നോക്കടാ. നിർത്തിയിട്ടാണ്ടല്ലോ ഈ സെയിം സെറ്റപ്പ് ഇത്തിരി കൂടെ നീളത്തിൽ പിടിക്കാം. അടിപൊളി. പറയുന്നില്ല. എന്തിന് മുമ്പേ ഞാൻ തിരിച്ചും മറിച്ചും പറഞ്ഞു എന്റെ കൊച്ചിനെ വിട് കേട്ടില്ല. കുറ്റം പറഞ്ഞു, കുറ്റം. ഞങ്ങൾ എല്ലാരും കളിയാക്കി, കുറ്റം പറഞ്ഞു. എന്തിനാ വേറെ പണിയില്ല. പിന്നെ ഞാന് അവിടെ എത്തിയിട്ട് വിളിക്കും. കാട് കഴിയുമ്പം കട്ടർ കഴിയുമ്പോ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന്. 3 തലമുറ എന്നിറങ്ങിക്കേ. 3 തലമുറ ഏണി വെച്ചേരണോ? ഞങ്ങളുടെ വാഗണറല്ല, ട്രാവലർ. ഉറക്കം വരുമ്പോ എന്താണെന്ന് അറിയാമോ? ഈ 2 സീറ്റ് ഫ്രണ്ടിലോട്ട് കമത്തിയ ഈ ബെഡ് ഇത്തിരി കൂടെ നീളം. 2 പേർക്ക് നീളത്തിൽ കിടക്കാം. നല്ലോണം പുറകോട്ട് പോകുന്നുണ്ട്. ഓടുമ്പോ പറ്റത്തില്ലെന്നേ ഉള്ളൂ. കിടക്കണോ? ആ ഫ്രണ്ടിലത്തെ സീറ്റ് ഒറ്റ കമത്ത്. അപ്പൊ തലയും കാലും ഒക്കെ അങ്ങോട്ട് നീട്ടി വെക്കാം. ഇനി തല വെച്ചില്ലേലും തല ഇവിടെ വെച്ചാൽ കാല് സുഖമായിട്ട് ഇല്ല. ഞാൻ പറയട്ടെ, നമ്മള് 3 പേരല്ലേ ഉള്ളൂ. 2 പേര് ഇവിടെ കിടക്കുക. ആ സീറ്റ് പുറകിലോട്ട് നേരെ. ഈ 2 സീറ്റ് ഫ്രണ്ടിലോട്ട് കമത്തിയിട്ട് ബാക്കി വരിക. കാല് അതിന്റെ പുറത്ത് വെച്ചാൽ മതി. ഇഷ്ടംപോലെ നീളമല്ലേ ഇവിടെ. ഒന്നും പറഞ്ഞില്ല, നമുക്ക് ആ സീറ്റ് ഊരി വെക്കാം. മഞ്ഞ് പിടിച്ചോ? അങ്ങോട്ട് കാല് വെച്ചേ, ഇവിടെ തല വെച്ചേ. കാല് കൂടിയിലിട്ട് സുഖമായിട്ട് കിടക്കത്തില്ലേ? ഇങ്ങോട്ട് വാ, തലയാണ് ഇവിടെ. ഇങ്ങോട്ട് കയറ്, ഇനി സ്ഥലമുണ്ട്. സെലിബ്രിറ്റീസിന്റെ വണ്ടി ഇങ്ങനെ കാരവൻ പോലെ. സീറ്റിന് മുന്നോട്ടങ്ങ് മാറ്റി നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി നിർത്തിട്ട് പോകുന്നു. അവനവിടെ കയറി ഇരിക്കുന്നത്. ഞാൻ 3 പേര് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓഫാക്കി കേട്ടെ. അത്ര വലിയ ഐഡിയ ഒന്നും അല്ല. ആര് പറഞ്ഞത് ഐഡിയ ആണ്? എന്നെ കാണിക്കുന്നത് അടി കിട്ടാനുള്ള പണി എടുക്കുക. നമുക്ക് മേളത്തെ കാരവനി പോകാൻ മോനെ. പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് പെട്ടുപോയി ഗൈസ്. ഒരു നല്ല സൈഡാണേ. സ്ഥലത്തിൻ്റെ പേരിന് കണ്ടോ, ബീച്ച് റോഡ്. ട്രെയിൻ പോകുന്നു ഗൈസ്. ട്രെയിൻ ബീച്ച് റോഡാണെങ്കിലും ട്രെയിൻ അടുത്തൂടെ പോകുന്നത്. ആൾക്കാരും വിചാരിക്കില്ലേ മണ്ടനാണ്. ശരിയല്ലേ, ബീച്ച് റോഡെന്ന് എഴുതിയാലും ട്രെയിൻ അടുത്തൂടെ പോകുന്നുണ്ട്. എവിടെയാണ് ഈ സൈഡിലെ ബീച്ച്? ചിലപ്പോൾ അതിനപ്പുറമായിരിക്കും ബീച്ച്. അതിനപ്പുറമായിരിക്കാനാണ് ചാൻസ്.
നമസ്കാരം. നമ്മളെവിടെ ഉള്ള പൂക്കോടോ? പൂക്കാട് ബീച്ച് റോഡ്, അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് കേട്ടാ. വായിക്കടാ, ബോർഡ് വായിക്കടാ. പൂക്കാടല്ലേ? പൂക്കാട് ബീച്ച് റോഡിലാണ് ഉള്ളത്. പരിചയമില്ലാത്ത അല്ലെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. ഓടുന്നോ? തലേ വെക്കാൻ കൊടുത്തു, പക്ഷെ അവൻ തലേ വെച്ചില്ല. അവൻ മാന്യനായോണ്ടല്ല, തലേ വെച്ചില്ല. ഒന്നാമത് തലയ്ക്കകത്തൊന്നും ഇല്ലാത്തോണ്ടേ ഭാരം കൂടുതല. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈശ്വരാ, നമ്മുടെ കാറ് പഞ്ചറായപ്പോൾ യവൻ പഞ്ചറാക്കിയെന്ന് എനിക്ക് പറയാനാണ് എനിക്കിഷ്ടം. അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോട്ടെ. എന്നാൽ പഞ്ചറായി. പഞ്ചറിൻ്റെ ഒരു പ്രത്യേകത, 2 ടയർ ഒരേ സമയം പൊട്ടി കീറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പഞ്ചറിൻ്റെ ഇറങ്ങി അവിടെ നിന്നപ്പോൾ നല്ല കുറച്ച് കുഞ്ഞു പിള്ളേരെ രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നവരാ. അപ്പം അവരെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു രസമല്ലേ, പിള്ളേർക്ക് കുറച്ച് ബലൂണും ഒക്കെ മേടിച്ച് കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ വന്നു. പക്ഷെ പ്രശ്നം അത് അങ്ങോട്ട് പോകും വണ്ടി, തിരിച്ച് വണ്ടി പോവില്ല. സാധനം ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകണം, അല്ലെ കുറേ കിലോമീറ്റർ ചുറ്റി വേണം അവിടെ എത്താൻ. ഈശ്വരാ, വണ്ടി കാണുന്നില്ല. കുഞ്ഞാവൻ പോയി നമ്മളിട്ടിട്ട് പോയടോ കുഞ്ഞാ. ആ അങ്ങനെ ഇതുകൊണ്ടാ അത്രയും ദൂരം ഞങ്ങൾ നടക്കണം. അതൊക്കെയല്ലേ ഒരു സന്തോഷം. കണ്ടോ, വഴിയിൽ നിന്ന് കിട്ടി, റോഡിൽ നിന്ന് കിട്ടിയതാ. എൻ്റെ തല, നിന്നെയല്ല. പച്ചയായ ജീവിതം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടോ? ഇതോ പോന്നു. നിങ്ങൾ കാണണം. എൻ്റെ കുട്ടീൻ്റെ കയ്യിലെ ഞരം വീഴ്ചയുണ്ടോ പണി ചെയ്തിട്ട്? ചെയ്യാത്ത പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ മേലനങ്ങല്ലേ ഇങ്ങനെ? വേർക്കത്തില്ലേ നിന്നെ? ആ പോട്ടെ. എടാ, ഇങ്ങനാടാ ചേച്ചി തന്നെ കാട് കയറി ഓരോ സാധനം കൊണ്ട് പലപ്പോഴും പോകുന്നത്. ഏതെല്ലാം മലയിൽ കയറി, എന്തെല്ലാം ഞാൻ അനുഭവിച്ചു. എത്ര എണ്ണത്തിൻ്റെ അടി ചീത്ത വായിരിക്കുന്ന കേട്ട്. പക്ഷെ വൈകിട്ട് കിടന്നിറങ്ങുമ്പോൾ ഒരു സമാധാനം. നീ വൈകിട്ട് കിടന്നിറങ്ങുമ്പോൾ നിനക്ക് പതിവില്ലാത്തൊരു സമാധാനം കിട്ടും. നീ ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം. ഇല്ലേ കിട്ടൂല കേട്ടാ. ബലൂൺ. ആ सपना है देखो, ले लो, आजा। देखा गाबन में लग रहा है तो कलें भी जाओ വിഗ്രഹത്തിനടുത്തിട്ട് പിള്ളേർ വെട്ട്. इधर है, ये देखो, ये कौन है? चपना देखो, चपना
അല്ലോ കണ്ട എൻ്റെ അടുത്ത് വരുമോ? തല കൊണ്ട് ഓടിക്കൂ. നല്ല സന്തോഷം കണ്ടോ. അവർക്ക് മുട്ട എടുത്ത് കൊടുക്കട്ടെ. മുട്ട സൂപ്പിട്ട് വിളിച്ചിറങ്ങാം. അയ്യോ പോയി, അയ്യോ इन्हें भी चाहिए, ये भी चाहिए। खेलता हूँ, अच्छा खेल आज, ये लो पकड़ो पकड़ो, ये पकड़ो। നിന്നെ ഇവിടെ നിർത്തട്ടെ. വേണ്ട വേണ്ട, അതെല്ലാം മറിഞ്ഞു വീഴും. അത് മറിഞ്ഞു വീഴും. സമ്മാനം കിട്ടി, സമ്മാനം സമ്മാനം. ആ പേപ്പറിൽ പോയി ഞായിരുന്നു. पहले बार मुझे ऐसा मिला तो मैं ऐसे रखूंगी. കണ്ടേ എനിക്ക് അവാർഡ് കിട്ടി. വീഡിയോ ഫേക്ക് പോട്ടെ. आप लोग का नहीं डालेगा, ठीक है, बच्चा का ही लिया. എന്നോട് പറഞ്ഞു വീഡിയോ ഇടാനല്ല, ഷോർട്സ് ഇടാനൊന്ന്. ദീപ് ചേച്ചി പോകാത്തല്ല, എൻ്റെ കൂടെ വരാൻ വേണ്ടിയാ കേട്ടോ, സത്യമായിട്ട്. ആ ചിരിച്ചേ, സൗണ്ടിൽ ചിരിച്ചേ. എന്നെ എന്നടി വെട്ടം വന്നേ. വെട്ടം വന്നേ. എഴുതിനിയാ? ആണോ? എഴുതിയാ? എഴുതിയാ? എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയിൽ ഈ ചിരിയ ഇതേ പോലെ ഇരിക്കും. അത്ര വണ്ണമൊന്നുമല്ല, മുഖം ഇതേപോലെ ഇരിക്കും, ഇതേപോലെ ഇരിക്കും. എന്നെ പോലെ അയ്യേ അയ്യേ വറ്റിച്ച് ചിരിക്കേ ചിരിക്കേ. ആ കൊള്ളാവും, ഇഷ്ടപ്പെട്ടോ? നല്ല വാളിയുണ്ട്, കുഞ്ഞിന് വാളിയുണ്ട്. കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. ആ എന്നെ കൊട്ടി കിടക്കുന്നു. മുട്ടി 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 നടന്നു പോയി. ഞാൻ പിടിക്കാം, നടക്കും. എന്താ പൊന്നെ? നടന്ന് ആവട്ടെ ആവട്ടെ. എടുത്തോ, അവനെ കൊടുത്തോ. ആ ശരി, ഞങ്ങൾ പോവാന്ന്. എടുത്തോ, ആളെ കൂടെ എടുത്തോ. ടാറ്റാ പാന്ന്. ആ കയ്യും കൊട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് വൈകിട്ടത്തെ. വണ്ടിയുടെ പുറകിൽ ഹലോ ഗായ്സ്, മിനി കാരവാൻ.
ഞങ്ങളുടെ വണ്ടീന്റെ പറയും 2 ഉള്ളിച്ചാക്ക് മറിഞ്ഞു കിടക്കുന്ന കണ്ടോ. ഞങ്ങൾ ലോഡ് ഇറക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് ഇറക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കളർ ഇട്ടോണ്ടാണ് തലശ്ശേരി ചന്തയെ കൊണ്ടുപോയി പച്ച തക്കാളി ഞാൻ ഈ ഐഡിയ വന്നപ്പം വലിയ, അതായത് വന്നോണ്ടിരിക്കുമ്പോ പറഞ്ഞപ്പോ വലിയ കണക്കിലെടുത്തില്ല. പക്ഷെ ഈ സെറ്റപ്പ് കൊള്ളാം. എന്നെ പുച്ഛിച്ചവരെല്ലാം പറഞ്ഞത് കൊള്ളാന്ന്. പ്രത്യേകിച്ച് ആ കുഞ്ഞാവ, അവനായിരുന്നു വലിയ മടി. അവസാനം ഞാൻ സെന്റ് ഡയലോഗ് അടിച്ചപ്പോൾ ശരി വെച്ചുതരാന്ന് പറഞ്ഞു. ആജീവനാന്ത് ഇതിന്റെ വഴി കേൾക്കണം. എന്നിട്ട് സുലോങ്ങോട് പറഞ്ഞതറിയോ, അമ്മ പറഞ്ഞു കുഞ്ഞാവല്ലാണ്ട് ആരെങ്കിലും ഇവിടെ പറയുന്നൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് വെച്ച് പറയാം. ഇല്ലേ അമ്മ, ഞാൻ ആജീവനാന്ത് ഇത് കേൾക്കേണ്ടി വരുമെന്ന് അന്ന് പറഞ്ഞപ്പോ ചെയ്തു തന്നില്ലല്ലോ എന്ന്. നന്നായില്ലേ? പക്ഷെ ദിസ് ഐഡിയ വാസ് സോ ഗുഡ്. ഇവരെയൊക്കെ പോകുമ്പോ വലിയ ലഗേജ് ഒന്നുമില്ല. ഇത് തന്നെ നമ്മള് സുലോമ്മ ഇങ്ങനെ പറഞ്ഞു എല്ലാം സാധിച്ചതല്ല. അത് തന്നെ. അല്ല ഇനിയിപ്പോ അമ്മയ്ക്കൊന്നും വന്നാൽ കൊള്ളു. പക്ഷെ അമ്മയ്ക്ക് ഇത്രയും ദൂരം ഇങ്ങനെ പറ്റൂല. അണ്ണാടി പറഞ്ഞേക്ക് നീ വണ്ടി തിരിച്ചയക്കണം, കിച്ചുവിനെ തിരിച്ചയക്കണം, അവർക്ക് ഇങ്ങനെ വരാനാണ്. നീ വണ്ടി പെട്രോൾ ഇല്ല. ബസ്സിൽ ടിക്കറ്റ് കിടന്നു വരാൻ എടുത്തു കൊടുക്കാൻ അത് ആർക്കും വേണ്ട ഇപ്പൊ ഇത്. അല്ല ഇപ്പൊ ചെറിയൊരു കുടുംബമാണെങ്കിൽ, ഇപ്പൊ ഞാനും ഇവന് മാത്രമേ ഉള്ളെങ്കിലൊക്കെ പോകുന്ന വഴി റൂം എടുക്കണ്ട. അത് സത്യം. ഈ സീറ്റ് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാല് നീട്ടി വെച്ച് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പിൽ എന്നും പോകാനും അവിടെ തന്നെ നമുക്ക് കിടക്കാം. സാധാരണ ഞങ്ങൾ ഈ സീറ്റിൽ തന്നെ അങ്ങ് ഉറങ്ങും. അത് റൂം എടുക്കലൊന്നും ഇല്ലല്ലോ, സീറ്റ് ബാക്കിലോട്ട് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെക്കാട്ടിൽ കാലൊക്കെ നീട്ടി വെച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ കിടക്കുവാണെങ്കിൽ ഇങ്ങനെ കോണെ കിടന്നാൽ ഫുൾ ലെങ്ത് കിട്ടും. ഈ ഒരു ആംഗിളിൽ കിടന്നു കഴിഞ്ഞാൽ ഫുൾ ലെങ്തിലായിരുന്നു. അത്യാവശ്യം കാലും നീട്ടുമൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ആൻഡ് എവനോ ഇതിന് കാല് നീളമുള്ളവനല്ലേ കിച്ചു, അവനൊരു കുഴപ്പമില്ല. സുഖമായിട്ട് അവിടെ ഫ്രണ്ടിലോട്ട് കാല് നീട്ടി വെച്ച് അവൻ കിടന്നു. നല്ല സുഖമാണ്. ഞാൻ അറിഞ്ഞില്ല, കിടന്ന മാത്രമേ. എന്നിട്ട് ഇവിടെ കുഴി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാനും കുഞ്ഞാനും കൂടെ എടുത്തിട്ട് അഴിച്ചു പണി വയസ്സായിട്ടില്ലേ. ഈ ചേച്ചിയുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്ന് കാർ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഉറങ്ങും. എപ്പോഴും ഈ സൈഡ് അങ്ങ് ചെരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാലും വെക്കാൻ പറ്റും, ഒന്നും വെക്കാൻ പറ്റില്ല. ഇത് കൂടിയുള്ളവർക്ക് എന്ത് ചെയ്യാം? അല്ല ഇനി ഇരിക്കാനും നല്ല, ഇരിക്കാനും നല്ലതാണ്. കുഴിയിലേക്ക് കാലിട്ടിരിക്കണേ അങ്ങനെ ഇരിക്കാം, അല്ലാതെ ചാരി ഇരിക്കാൻ നല്ല, ചമ്രം പടഞ്ഞിരിക്കാനും ഒക്കെ നല്ലതാണ്. ഒരു ട്രെയിനിന്റെ ബർത്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ താഴെ കുറെ മുട്ട ഇരിപ്പുണ്ട്. പിന്നെ വലിയൊരു കൃഷ്ണന്റെ പ്രതിമ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇവരുടെ കയറി താമസമല്ലേ, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മേടിക്കണോ, ഞാൻ അതിൽ ചിന്തിച്ചില്ല. അപ്പൊ കുഞ്ഞാവ് എനിക്ക് പറഞ്ഞു തന്ന ഐഡിയ, ഒരു കൃഷ്ണനെ മേടിച്ച് ചിലപ്പോൾ അമ്മായിമ്മ സോപ്പിടുന്ന ഇങ്ങനെയൊക്കെ അല്ലേന്ന്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിയാ, എന്നിട്ട് അവനെ കൊണ്ട് തന്നെ ഞാൻ മേടിപ്പിച്ചു. പക്ഷെ ഞാൻ കൊണ്ട് കൊടുക്കും. നല്ല വലിയൊരു വിഗ്രഹം. പിന്നെ അവിടെ അവരുമായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോരാൻ നേരമാണ് ആ ഭാഗം മാത്രം നിങ്ങൾ കണ്ടില്ലേ, ഒരു കൃഷ്ണനെ രാധേനെ എനിക്ക് സമ്മാനമായിട്ട് തന്നു. ആ കൃഷ്ണനെ രാധയെ ഞാൻ കൊണ്ട് അമ്മൂന്റെ അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അമ്മയുടെ പൂജാമുറി നല്ലതാ. പൂജാമുറിയിൽ ചേച്ചി തന്നെ ഉണ്ട്. അമ്മ പറഞ്ഞു പൂജാമുറി കൊണ്ടുപോക്കാൻ. അമ്മ പൂജാമുറിയൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിരിക്കുക. നിറയെ ആൾക്കാരുണ്ട് അതിനകത്ത്. ആ കൂട്ടത്തില് പോയിട്ട് കൃഷ്ണൻ രാധ ഇരിക്കുന്നു. അപ്പൊ അമ്മ പറഞ്ഞു കൃഷ്ണനും രാധയും ഞാനും കുഞ്ഞാവേം, ആ താഴെ കാണുന്ന പശു അവളാന്ന്. പക്ഷെ ഇവള് പോത്തല്ലേ, ഞാനാണോ പശു, പോത്താണോ എരുമയാണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ പോകുന്നതെന്ന് ചോദിക്കേ, ഹൈൽത്തേക്ക് ഡ്രസ്സ് എടുക്കാൻ, എന്നിട്ട് അത് തയ്പ്പിക്കാൻ വേണ്ടിട്ട്. ഇതെല്ലാം കരയാ ആ പണം ചെലവെങ്കിൽ ഇവിടെ മൊമെന്റിൽ മാത്രമേ ചെയ്യൂ. അതെ, അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് സേവ് ദ ഡേറ്റിന്റെ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവളുടെ ഐഡിയ ഒന്നും നമുക്ക് പറ്റൂല, പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റില്ല എന്നല്ല. ഇവർക്ക് വേണ്ടത് നാടൻ ടൈപ്പ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ നാടൻ ടൈപ്പ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന, മാന്യമായ ടൈപ്പ്. അന്ന് ഞാൻ മാന്യമല്ല എന്നാണ് നിങ്ങൾ ഇവളുടെ കൊറിയോഗ്രാഫി ലാസ്റ്റ് വരുമ്പോ മറ്റൊരു സേവ് ദ ഡേറ്റ് ഇല്ല, പണ്ടത്തെ മറ്റേ ഇങ്ങനെ വന്നിട്ട് തുറന്നു കാണിക്കുന്ന ഒരു സേവ് ദ ഡേറ്റ്. അങ്ങനെയൊന്നും അപ്പുറത്ത് ഒരു പുള്ളി ഞെട്ടുന്ന ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്ന ഒരു തേയിലത്തോട്ടത്തിൽ. അയ്യേ, നമുക്ക് കുറച്ച് ഇവർക്ക് പറ്റിയൊരു, അത് അവളുടെ, നമ്മുടെ അങ്ങനെയല്ല. അയ്യേ, എന്തായാലും എന്റെ തീമിലേ നിങ്ങൾ ചെയ്യുള്ളൂ, അതുള്ളൂ. പക്ഷെ അപ്പൊ മാന്യർക്ക് പറ്റിയത്. പിന്നെ നിങ്ങൾ എല്ലാരും കല്യാണ സാരി കണ്ടോ? അപ്പൊ നിങ്ങൾ ആരും ചോദിച്ചില്ല കുഞ്ഞാവ് ഡ്രസ്സ് എടുത്തു. കല്യാണച്ചക്കൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. കുഞ്ഞാവ് ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടില്ല. കുഞ്ഞാവയ്ക്കും ഇന്നൂനും കിടുവിനും ഒരേപോലത്തെ എടുക്കണം. അണ്ണാണിയും അമ്മൂറ്റും അവര് ഫാമിലി പാക്കാണ്. അപ്പൊ അവന് ഈ കളറ് പറ്റുമെന്ന് തോന്നില്ല. അപ്പൊ ആ ചോട്ടക്കും കുഞ്ഞാവക്കുള്ള ഡ്രസ്സിന്റെ തുണി എടുത്തിട്ട് പിന്നെ അവൻ അവിടെ കൊണ്ടുപോയി തയ്പ്പിക്കുമായിരിക്കും. അതും ചെയ്യണം. ചേച്ചിയുടെ ഹെൽത്തി ഡ്രസ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. അതാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. കിച്ചു ഉണ്ട്, ക്യാമറമാൻ കിച്ചു. പറയൂ, വിശേഷങ്ങൾ പറയൂ കിച്ചു. അങ്ങോട്ട് കൊണ്ടുപോയി പറ, ആൻറ്റി പറയടാ, പറ നമ്മളെ കൊണ്ടാ പോണേ, എന്തൊക്കെയാണ് ചേട്ടനെ കാണിച്ചു ശരി. മൈക്ക് എവിടെ? മൈക്കിന്റെ അകത്ത് തലശ്ശേരി. എവിടെ പോകുന്ന? തലശ്ശേരി അല്ലേ? തലശ്ശേരി അല്ലേ?
തലശ്ശേരി പോകാൻ ഡ്രസ്സ് എടുക്കാൻ. ഇതേതാ സ്ഥലം? പൂക്കോട്. പൂക്കോട്. ആ അങ്ങനെ നമ്മൾ ഈ കടയിൽ വന്നു. എല്ലാവരും കയറി പോകുന്നതല്ലേ ആ കടയിലാണ് വന്നത്. നമ്മൾ ഗോയ്സ് അവരകത്തോട്ട് കയറി പോകും. നാളെ ഹലോ ഗോയ്സ്, നമ്മളങ്ങനെ ഇവിടെ വന്നു. നമ്മൾ വയനാട് വന്നു. വയനാട് കൊണ്ടു കിച്ചുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തിരി വളർച്ച വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബുദ്ധിയൊക്കെ ഒരുപാട് വളർച്ച വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പറഞ്ഞു കൊടുക്കാം. അരിവനോ? അച്ചാച്ചിയുടെ അമ്മയുടെ ആങ്ങളയുടെ കൊച്ചുമോൻ. അത് അച്ചാച്ചിയുടെ അമ്മാവന്റെ കൊച്ചുമോൻ. ഇവന്റെ അപ്പൂപ്പനാണ് അച്ചാച്ചിയുടെ അമ്മാവൻ. അങ്ങനെ ഞങ്ങൾ എവിടെ പോവാട്ടോ. ഇപ്പം എങ്ങോട്ടോ പോവാം. ഇപ്പം ഞങ്ങൾ ഉഷാമ്മയുടെ വീട്ടിലാണല്ലോ. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടോ പോവാം. എങ്ങോട്ടാ പോകുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്ങോട്ടോ ഒക്കെയോ പോകുന്നു. സുന്ദരക്കുട്ടപ്പനായില്ലേ? ഇനിയല്ലേ എനിക്ക് ചേരത്തില്ലേ? ഇല്ലേ ചേരുമല്ലേ? ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റാ. കൊണ്ട് പട്ടിപ്പണി ചെയ്യിപ്പിക്കോ ബസ്. എന്താ ചെയ്യുക? നിങ്ങൾ പറ. പാവം കിച്ചുമല്ലേ, അങ്ങനെ ചെയ്യിപ്പിക്കല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലേ കേൾക്കൂ. ഒരു വിചാരം എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാ. എങ്ങോട്ടാ പോകുന്നത്? താഴെ മേലോട്ടായിരിക്കും. തലവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോഴാണ് കേട്ടോ. മുത്തപ്പൻ്റെ അമ്പലം. എനിക്ക് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. നമ്മൾ കണ്ണൂരുള്ള പോയിട്ട് രസം പറ്റില്ല. അറിഞ്ഞില്ലേ? നമ്മൾ എവിടെ പോവാ? എവിടെ പോവാന്നോ? പിള്ളേരാവൊന്നും അറിയണ്ട, അങ്ങ് വന്നാ മതിയെന്ന്. എനിക്കറിയത്തില്ലടാ. കുഞ്ഞാടെ കൂടെ അങ്ങ് പോവാ. ഇനി എനിക്ക് ചുമക്കുന്ന പോലെ തൊണ്ടയ്ക്ക് എന്റെ നഷ്ടപ്പെടാൻ പോകും കുറച്ച് ദിവസം ഓൾറെഡി പോയി. അതന്നെ ഞാനും പറഞ്ഞേ. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ദിവസം ആയെന്ന്. എന്റേന്നല്ല, നിന്റേന്നാ പറഞ്ഞേ. തലമുടിയിലിടുന്ന സാധനം കണ്ടില്ല. അപ്പൊ ഇത് കിട്ടി. ഇത് നീ എവിടെ കൊണ്ട് തന്നെ? അവിടെ ആ പുറകില് സീറ്റിന്റെ പുറകില് കുത്തി വെച്ചിട്ടുണ്ട്. ബോധമില്ല, പൊക്കണമില്ല. അതല്ലടാ, അതുപോലത്തെയാണ് ഇതും. അതവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ വള്ളിയെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സീറ്റ് ബെൽറ്റ് വള്ളി. ഞാൻ തന്നെ ഇന്നലെ അവിടെ ഇരുന്നേ. നിങ്ങൾ എല്ലാരും കൂടെ കണ്ണു വെച്ച് പുകഴ്ത്തി ചെക്കൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് എടുക്കടാന്ന്. അവൻ വേറെ ഏതോ ലോകത്താന്ന് തോന്നുന്നു. അവൻ ആരാധകർക്ക് മറുപടി കൊടുത്ത് തന്നെ സമയം. ഇവൻ നീണ്ട ഒരു ലിസ്റ്റും കൂടെ ഒരു ചേച്ചി വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആരാധകരെ എല്ലാം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് വീഡിയോ എടുക്കുന്നില്ലേ. വീഡിയോ വന്നില്ലെങ്കിൽ ഉത്തരവാദി കിച്ചു മാത്രം. നിങ്ങൾ കമന്റ് ഇടണം കിച്ചു വന്നോണ്ട് വീഡിയോ ഇല്ലെന്ന്. എടുക്കണം. ആരും കേൾക്കാത്ത പോലെ ആദ്യം ക്യാമറ ഇവിടെ കൊണ്ടങ്ങ് പിടിക്കും. എന്നിട്ട് ഇവന്റെ താടി നമ്മൾ ഇങ്ങനെ കാണണം. ഇപ്പൊ ഞാൻ കളത്തെ പിടിക്കുന്നത് അല്ലേ? എഡിറ്റ് ചെയ്തിരിക്കൊണ്ടാവും താരി ചെയ്യവൻ എന്തോ പറഞ്ഞു. നീ എഡിറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലാവട്ടെ ആദ്യോ. മൈക്ക് പറഞ്ഞു കൊച്ചു തകർന്നു പോയി. ഇതല്ലേ നിന്റെ ചേട്ടൻ? ചേട്ടനാ നിന്റെ ചേട്ടൻ? അല്ല ഇവന്റെ ചേട്ടൻ. വണ്ടി വഴി നിർത്തി. നീ എവിടേക്കാ? അവനിപ്പോ താഴെ കറങ്ങി വന്നു. ഉണ്ണി നാളെ JCB വെച്ച് തരാന്ന് പറഞ്ഞു. മണ്ണും എടുത്ത് മാറ്റിക്കോ. ഇവന്റെ വീട്ടുകാർക്ക് പ്രത്യേകതയുണ്ട്. ഇവര് അത്യാവശ്യ വാക്കുകൾ മാത്രമേ മൊഴിപ്പ മിണ്ടൂല ആരോടും. അതിനേരം അവന്റെ അമ്മ മിണ്ടും. ഇവനും അങ്ങനെ ആയിരുന്നു പണ്ട്. ഇപ്പോഴാണ് മാറിയത്. എന്നെ കെട്ടാൻ പോകുന്നത് പെണ്ണിനോട് മിണ്ടിയില്ലെങ്കിൽ പിന്നെ വിവരം അറിയാം. അത് വേറെ കാര്യം. കുഞ്ഞാച്ചൻ്റെ വീട്ടിൽ വന്നു. കുഞ്ഞാച്ചൻ്റെ വീട്ടിൽ കണ്ടു. കുറച്ച് പോകാം. മനപ്പൂർവ്വം ജിംബ്രു എന്നെ പട്ടി കടിക്കുന്ന ഇപ്പൊ കാണിച്ചു തരാം. എടാ തിരിക്കട പട്ടി.
ജിംബൂട്ടാ കടിക്കോ? എടാ ജിംബ്രൂട്ടാ കടിക്കാൻ പറയാം. എന്റെ ജിംബ്രൂട്ടാ. അയ്യോ ബിസ്ക്കറ്റ് മേടിച്ചില്ല ജിംബ്രൂട്ടാ, എന്നോട് ക്ഷമിക്കുന്നവർക്ക് ബിരിയാണി പേടിക്കണ്ട. എടാ അത് വടിയല്ല, പഠിക്കണ്ട. ജിംബ്രു പോയി അമ്മ വിളിച്ചോണ്ടോ. ജിംബ്രു ജിംബൂട്ടാ ജിംബൂട്ടാ എന്നെ ഇത്രക്ക് പേടി. ആ പാക്കരാ എടാ പാക്കരാ എടാ പാക്കരാ എടാ ജിംബൂട്ടാ. ഞാൻ തപ്പി പോവാ. ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ജിംബു ജിംബു. നീ അത് എടുക്കണ്ട, എന്റെ പട്ടീനെ കാണിക്കും. ഇത് പാക്കരൻ. സ്കൂബി വരുന്നു സ്കൂബി വരുന്നു. എന്താ ജിബു എന്നെ ഇട്ടിട്ട് പോവല്ലേ? പോത്തില്ല. ഇല്ല ഒന്നുമില്ല. ദീപചേച്ചിയുടെ ഗ്യാങ് മിക്കവാറും വരുന്ന കടിച്ച് എന്നെ തിന്നു. അതെ കുഞ്ഞാവിടമ്മ വന്നു. എടാ കുഞ്ഞ് ഇവനെ പേടിപ്പിക്കുന്ന ജിംബു. ഇരിക്കണ്ട ഇങ്ങനെ വെച്ചാൽ മതി. നീ പരിസരം എടു. എന്നെ കടിക്കൂ? ഇവനെ വരട്ടിക്കൊണ്ടിരിക്കുന്നേ. അതേതാണ് എന്റെ കാലത്ത്. അമ്മയെ കണ്ടോ? എവനെ പേടിപ്പിച്ചതാ. ഈ അച്ഛനോടൊരു ഫോട്ടോ എടുത്തിട്ട് അവരെ കാണിക്കണം. സ്നേഹിക്കുന്ന അവിടെ ആദ്യം വന്നേ എന്നെ കണ്ട് വാലാട്ടെ ഇവനെ കണ്ടോണ്ട് കുറയ്ക്കുക. നിനക്കറിയാലോ, അവയ്ക്ക് മനസ്സിലായോ? നമ്മുടെ വീഡിയോ എടുത്തോണ്ട് ഇവന് എന്റെ അനിയനാ, അച്ചാച്ചിയുടെ അമ്മാവന്റെ കൊച്ചുപോൻ. കണ്ടോ കണ്ടോ? ഇതാണ് വീട്, ഇതാ വീട്. അതെ ഇതാണ് വീട്. എനിക്കൊന്ന് നിന്റെ കമ്പ് കണ്ടിട്ടാ. ആദ്യമായിട്ട് കാണുമ്പോ അങ്ങനെ കേട്ടാ. ആദ്യമായിട്ട് കണ്ടില്ല. നിന്നെ കണ്ട ആർക്കാരും ഒന്ന് കുറയ്ക്കാൻ കുഴപ്പമില്ല. കഴിഞ്ഞു ഈ ചെമ്പരത്തിയാണോ അമ്മ റോഡിന് കളയണ്ടേ? ഇത് നമുക്ക് നമ്മുടെ റോഡാണോ? ഇത് നടവഴിയാ, ഇത് റോഡാക്കാൻ. ഇത് എത്ര വീതി കിട്ടും? ജലനിധിയുടെ പൈപ്പ് വരുമ്പോ എന്തായാലും ഈ ചെമ്പരത്തി എന്നെ കണ്ടോണ്ട് ഓടി വന്നപ്പോഴാണ് കൂടെ ഇവനെ കണ്ടങ്ങ് നിന്നാ. അതാണ് ദേഷ്യം പിടിച്ചത്. നിന്നോട് തന്നെ ഒന്ന് വന്ന് മണം പിടിച്ചാ മണം പിടിച്ചാ തീർത്തൊന്നും തന്നെ. എന്നെ കണ്ടിട്ട് അവിടെ ലൂക്കാ ബോയ് പോലും കുറച്ചില്ല. നിങ്ങൾ പൂവിക്ക് വയ്യ, ഗർഭിണിയാ. ശരിയാ, എന്നിട്ടും പൂവി ഇരുന്ന് കാണിക്കുന്ന പണി. നിന്റെ പിള്ളേരെ കൊണ്ടോ വന്നേ. ഇനി അങ്ങനോടെ പറ. കളറടിക്കുന്നിരുന്ന അറ്റം വരുന്ന ഷെയ്ഡ് അതിന് വേണമെങ്കിൽ സൈഡ് വഴി അവിടെ ഗ്രേ അടിക്കണം. ചാര കളർ പോലെ വരത്തില്ലേ, ആ കളറൊക്കെ അടിച്ചാൽ കല്യാണം ആകുമ്പോഴേക്കും അതടിക്കാൻ. കയറി താമസിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കയറി ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെയും ചെളിയാകത്തേ ഉള്ളൂ. വൃത്തിയാക്കിയിട്ട് സാധനം വീട്ടിൽ തുടങ്ങി. നമുക്ക് പെരപ്പുറത്ത് കയറി വയനാടിന്റെ ഭംഗി പകർത്താം. പറ്റുന്നില്ല കേട്ടോ ആൾക്കാർ വരുന്നത്. ഞങ്ങൾ വയനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് കുഞ്ഞാവച്ചൻ്റെ ടെറസിന് മേലോട്ട് കയറിട്ടോ. ഞാൻ കാണിച്ചില്ല. ഇവിടെയാണ് ഞങ്ങൾ മുറി പണിയാൻ പോകുന്നത്. ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ക്യാമറ തിരിക്കുന്ന പരിപാടിയെ. പറഞ്ഞോളൂ. നല്ല കാഴ്ചയല്ലേ ഇവിടെ? കൊള്ളാം, ബാൽക്കണി ഉണ്ട്. നമ്മളിവിടെ ഒരു റൂം പണിയാനുള്ള പ്ലാനുണ്ട് കുഞ്ഞാവയ്ക്ക്. അല്ല ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ സ്ഥലമില്ല. തൽക്കാലം കുഴപ്പമില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവൻ എന്താ നിങ്ങളോട് ഈ രഹസ്യം പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോൾ നോക്കിയാലും ഫോൺ വിളിച്ചാൽ അതൊക്കെ എന്തൊക്കെയോ പറയുന്ന കേൾക്കാം. എന്ത് രഹസ്യമാണോ എന്തോ പറയുന്നത്. ഫാൻസിന് മാത്രം വേറെ ആരും ഇവൻ എന്താണ്ട് ഫോണിനോട് രഹസ്യം പറയുന്നു. നല്ല സന്ധ്യ സമയത്തൊക്കെ നല്ല കാലാവസ്ഥയാണ്. രഹസ്യം പറ ടോഫി ചെയ്തടാ. രഹസ്യം പറട്ടെ ടോഫി. അല്ല, നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണ്ടേ? പൂവിന്റെ ഫ്രണ്ട് അവിടെ അല്ലേ വരുന്നേ?
ഇവിടെ ഇല്ല ഈ സൈഡ് എടി ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ആക്കിയിട്ട് ഇങ്ങനെ റൂം തീർത്ത് പിന്നെ ഇവിടെ കൊല്ലിയിലൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? എന്ത് പോവാ അറിയത്തില്ല. നമ്മളിപ്പോ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അയ്യോടാ വാവ് ചാച്ചിയോ, എൻ്റെ കൂട്ടുകാരി ആര്യ PGക്ക് ഒരുമിച്ചുണ്ടായിരുന്ന ചെറിയ പിള്ളേരായിരുന്നു. കാരണം ഞാൻ 2 വർഷം ജോലി ചെയ്തിട്ടാണ് PG ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കൊച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു 2 വയസ്സ് എന്നെക്കാട്ടി താഴെ കേട്ടോ. വയസ്സ് പറയില്ലേ, എന്നെക്കാട്ടി 2 വയസ്സ് താഴെ. എൻ്റെ വയസ്സ് പിന്നെ എല്ലാവർക്കും അറിയാലോ. പോടാ അവിടെ. ഞാൻ ആര്യന്റെ വയസ്സ് പറഞ്ഞത്, എന്റെ വയസ്സ് പറഞ്ഞു. എന്റെ പറഞ്ഞു, ആര്യന്റെ പറയണ്ട. ആര്യക്ക് 32 വയസ്സ്, അതിനേക്കാളും മൂത്തതാണ്. അപ്പൊ അത് നാട്ടുകാരും ആര്യക്ക് 32 വയസ്സില്ല. അപ്പൊ ആര്യയുടെ വയസ്സാണോ നിങ്ങളുടെ പ്രശ്നം? അപ്പൊ ആര്യ കാണാൻ പോണേ. ആര്യയും ശ്രുതിയും അപ്പുറത്തെ റൂമില്, ഞാൻ ഷൈനി ഒരു റൂമില് ഹോസ്റ്റലില്. ആര്യ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കൊല്ലും. ആര്യക്കൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയുമ്പോ ഏത് പരീക്ഷ എഴുതിയാലും അവൾക്ക് ഫസ്റ്റാ. ചുമ്മാ അതുവഴി തെക്കോടൊക്കെ കിടന്നെന്ന് പറഞ്ഞാൽ അവള് പോയി എഴുതി, അവൾക്ക് നല്ല മാർക്ക്. എന്തിന്? കാരണം എനിക്ക് എത്ര കിട്ടുമെന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് എനിക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്തോണ്ട് കുശുമ്പിന്റെ ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. എടാ ഇപ്പൊ ഞാൻ നന്നായി പഠിച്ച് ഫസ്റ്റ് ഉള്ള ആളിലെ ടോപ്പിലെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുശുമ്പ് വരുന്നത്. ഞാൻ എല്ലാ മുകളിലുള്ള സ്ഥാനങ്ങളൊക്കെ ഞാൻ അവർക്ക് മാറ്റി വെച്ചേക്കുന്ന. ഒരിക്കലും ഞാൻ അവരെ ശല്യം ചെയ്യില്ല. എനിക്ക് അവരുടെ ഇമോഷനെ തൊട്ട് കളിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എനിക്കൊരു പൊസിഷൻ വെച്ചിട്ടുണ്ട്, അത് വിട്ടുള്ള കളിയില്ല. അതിൽ താഴേക്കും പോവില്ല, അതിൽ മേലേക്കും പോവില്ല. അറിയാമെങ്കിൽ പോലും എഴുതൂല്ല എന്ന്, അത് ഇത്തിരി കൂടുതലാണ്. അല്ല അറിയാമെങ്കിൽ എഴുതാം. അറിയാവുന്ന എഴുതി വെച്ചിട്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ ജയിച്ചു. അല്ല ഞാൻ ആദ്യകാലം തൊട്ടേ, ആദ്യകാലം ഒന്നും അല്ലായിരുന്നു. പിന്നീട് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു. ഞാൻ പഠിച്ചു വന്നപ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം ഒന്ന് തീർന്നെൻ്റെ. സത്യം, ഞാൻ എല്ലാ ആവശ്യത്തിന് പഠിച്ചു വന്നപ്പോഴത്തേക്ക് MSc കഴിഞ്ഞു. ഇനിയിപ്പോൾ പഠിക്കാൻ. അപ്പോൾ ആര്യയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആര്യയ്ക്ക് 2 കുട്ടികളുണ്ട്. ഒരു ചെറിയ കുഞ്ഞും ഒരു കുട്ടി സ്കൂളിൽ പോയി. രാവിലെ വിളിച്ചു, കൊച്ചിന് റെസ്പോൺസിബിൾ പേരൻ്റ് എന്നുമുണ്ട്. കുട്ടീനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് അവിടെ ഇരിപ്പുണ്ട്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ സാധനം പൊക്കി പിടിച്ചോണ്ട് വരല്ലേ എന്ന് ക്യാമറ. അവൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പോകണ്ടേ? കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ലീവാ. ഞാനോട് എന്നെ കാണാൻ വേണ്ടി ലീവ് എടുത്തായിരുന്നു, പക്ഷെ അല്ല, ഒരു ലീവ് ഒക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അത് നാളെ വരെ എങ്ങാണ്ടി ഉള്ളത് അങ്ങ് എടുത്താന്ന് പറഞ്ഞു. ഇതൊക്കെ അല്ലേ മനുഷ്യൻ്റെ സന്തോഷം. അപ്പോൾ ആര്യ കാണിച്ചു തരാവേ. ചെക്കൻ പോവാ. എന്താ എഴുതുന്നുണ്ട് കൊഞ്ഞനെ കുത്തുന്നത്? അപ്പൊ കിച്ചു പോവുക. കിച്ചുവിനെ പറഞ്ഞു വിടുക, പിരിച്ചു വിടുക. ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ, അവൻ വരുമോ ഇല്ലയോ എന്ന്. എന്താണ് ആളുകളുടെ റെസ്പോൺസ് നമുക്കറിയാം. കിച്ചുവിനെ ഞാൻ പറഞ്ഞു വിടുകയാണ്. അയ്യോ എല്ലാം കൂടെ കൊല്ലുമോ? കിച്ചു പോവുക. ഇത് തന്നെയല്ലേ ഞാൻ പിന്നെ പറഞ്ഞത്. അതായത് കിച്ചു പോവുക, നാളെ ഒരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് നാളെ വൈകിട്ട് തിരിച്ചു വരും. സമാധാനമായോ? എനിക്ക് ഇവനോട് കുശുമ്പാന്നൊക്കെയാടാ എല്ലാവരും പറയുന്നത്. എല്ലാവരും അല്ല, 1-2 പേര് പറഞ്ഞത്. അത് ഇവൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ മൊട്ടേന്ന് വരെയാത്ത ചെക്കനോട് എനിക്ക് എന്തിനു കുശുമ്പ് വരാനാ? എന്റെ പേരും പറഞ്ഞിവൻ ഇവനെ കുറേ പേര് വിളിക്കുന്നുണ്ട്. ഇവൻ കുറേ പേരോട് വർത്താനവും പറയുന്നുണ്ട്. ഞാനിതൊന്നും അറിയുന്നില്ല. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് മരത്തെ കയറിയാലും മൊത്തം പ്രശ്നം ആർക്കാ? ആ മരത്തിന്റെ ഓണറിന്. നിന്റെ അമ്മ നിന്നെ ഉണ്ടല്ലോ വലിച്ചു കയറും. അപ്പൊ നീ നിന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവണം. അങ്ങനെ നമ്മൾ രാവിലെ 10 മണി തൊട്ട് കാത്തിരിക്കുന്നു നമ്മുടെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം സമയത്തായി 4:37 ആയിട്ടുണ്ട്. അവളവിടെ പിന്നൊരു ഗുണമുണ്ട്, പുള്ളിക്കാരി എന്നെ കാത്തിരിക്കുന്നതുകൊണ്ട് വരാൻ ലേറ്റ് ആവുന്ന നല്ല വ്യക്തമായ ധാരണകളുണ്ട്. ബുക്ക് എടുത്തിട്ടാണ് വന്നത്. അവളത് വായിച്ചുകൊണ്ടിരിക്കുക. ഏത് മോളാവുന്ന? മിൻറ്റ് മോളിലുണ്ട്, മിൻറ്റ് മോൾ. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാം നമ്മുടെ കൊച്ചിനെ വിഷമിപ്പിച്ചില്ലേ? കിച്ചുവിനെ മൈക്ക് കൊണ്ട് വരുമ്പോൾ എല്ലാവരും പറയണ്ടായിരുന്നു കിച്ചു വന്നപ്പോൾ മൈക്ക് വന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു മൈക്ക് വേണ്ടെന്ന്. അതിൽ ഇവൻ എപ്പോഴും ഈ ഫോൺ എടുത്ത് അടുത്ത് പിടിച്ചിട്ട് എന്തൊക്കെയോ കുനു നിങ്ങളോട് രഹസ്യം പറയുന്നുണ്ട്. ഇവന്റെ വിചാരം ഞാനിത് കേൾക്കൂലെന്നാണോ? ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കൂലേ? എഡിറ്റിംഗ് ഒന്നും കൊച്ചിൻ്റെ കൊടുത്തിട്ടില്ല ഇതുവരെ കേട്ടോ. കാരണം എഡിറ്റ് ചെയ്യാൻ കൊടുത്താലും അവന് സംശയം. ആ സമയം ഉണ്ടെങ്കിൽ ഞാനിതൊന്നും എഡിറ്റ് ചെയ്താൽ മതി. തന്നെയാണ് പോകുന്നത്. കോഴിക്കോട് ഇറങ്ങി എങ്ങനെ പോകണമെന്നൊക്കെ കുഞ്ഞാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചു പോയിട്ട് വരണം. എവിടെയെങ്കിലും വെച്ച് ഇവൻ ഇങ്ങനെ വഴി തെറ്റി നടക്കുന്ന കാണുവാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് പത്തനംതിട്ട ബസ്സിനൊന്ന് കയറ്റി വിട്ടേക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് തോന്നുന്നു ഇത്രയും ദൂരം അല്ലേ? എങ്ങനെ ബസ്സൊക്കെ കയറി ഇറങ്ങി ആദ്യമായിട്ടല്ലേ പോകുന്നത്? ആരുടെയെങ്കിലും കൂടെ വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ പറയണം. എന്താ? എവിടെയെങ്കിലും വെച്ച് ആരുടെയെങ്കിലും കൂടെ വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞാൽ മനസ്സിലായോ? ഇവനെ ആരുടെയും കൂടെ നിങ്ങൾ കാണുവാണെങ്കിൽ അപ്പളെ വരട്ടിക്കോണം. വഴിതെറ്റി കാണുവാണെങ്കിൽ ചോദിക്കണം ആരുടെ ഇത്, എന്താണിത്, നിങ്ങൾ എന്തെങ്ങനെ
മറ്റേ ഇതല്ല സദാചാരമല്ല ഉദ്ദേശിച്ചത്, പേരന്റിങ്. അപ്പൊ നോയിക്കോണം കേട്ടോ. അവനെ ഇന്ന് ചെന്നിടത്തൊക്കെ ഇന്നും ഇന്നലെയായിട്ട് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നതിന്റെ ഒരു സന്തോഷം അവന്റെ മുഖത്തുണ്ട്. ഏതൊക്കെയോ ആന്റിമാരൊക്കെ ചെന്ന് കിച്ചു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പൊ അവനൊരു സന്തോഷം. കുറച്ച് ദിവസം കഴിയുമ്പോൾ സങ്കടമാവും. അതെ, കുറച്ചാഴ്ച കഴിയുമ്പോൾ അവന് സങ്കടം വന്ന ഒരു ഒറ്റ ഉടായ്പ കാണിക്കാൻ പറ്റൂലടാ പബ്ലിക്കായിട്ട്. പെട്ടെന്ന് തിരിച്ചറിയും. കമന്റ് വരും, കിച്ചു നീ ഇന്നടത്ത് ഇന്നൊരു കൊച്ചിൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടല്ലോ. അപ്പൊ അടുത്ത കമന്റ്, അത് രാവിലെ അല്ലേ, വൈകിട്ട് വേറൊരു കൊച്ചിൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടല്ലോ. നിന്റെ അമ്മ ഇതറിയും. മൈക്ക് വേണ്ടല്ലേ, ഇതുകൊണ്ടാണ് ഞാനേ അന്ന് മൈക്ക് വേണ്ടാന്ന് വെച്ചത്. അപ്പൊ എല്ലാരും പറഞ്ഞു മൈക്ക്. പിന്നെ ആരോ പറഞ്ഞു കിച്ചുവിനും കുഞ്ഞാവയ്ക്കും മാത്രം മൈക്ക് കൊടുത്താൽ മതിയെന്ന്. മൈക്ക് ശരിയാവൂല, നമ്മുടെ ആ ഒരു നാച്ചുറാലിറ്റി ഉണ്ടല്ലോ വീഡിയോന്റെ, അതങ്ങ് നഷ്ടപ്പെടും. മൈക്കിൽ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ പിടിച്ചു വെക്കും. മൈക്ക് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതിൽ കാര്യമില്ല. ഗെയില് ഞങ്ങൾ പോട്ടെ, ഞാൻ ഫോൺ അവൻ്റെ കൈമാറാവേ. കാർ പാർക്കിംഗ് വന്നു ഗോയ്സ്. ഞങ്ങൾ നിന്റെ മുകളിലെത്തി ഗൈസ്. തലമുടി ഒന്നും കെട്ടാൻ ബാൻഡ് കാണുന്നില്ല, എവിടെയോ പെട്ടുപോയി. ഇനി കിച്ചുവിൻ്റെ ജോലി എൻ്റെ തലയിലിടുന്ന ബാൻഡ് കണ്ടുപിടിച്ച് തരാമെന്നുള്ളത്. നിന്റെ കളഞ്ഞു പോകുന്നതൊക്കെ ഞാനും കണ്ടുപിടിച്ചു. ഞങ്ങൾ തമ്മിൽ നല്ല ചർച്ചയല്ലേ. ദാസനും വിജയ് പഠിക്കുമ്പോൾ ദാസനും വിജയനും വന്നില്ല, നമ്മളിങ്ങി വന്നു. കേട്ടോ, പാർക്കിങ്ങിൽ വീഡിയോ എടുത്താൽ 100 രൂപ. അങ്ങനെയൊക്കെയുണ്ടോ? അവർക്കറിയില്ല, മുകളിലെ പാർക്കിങ്ങിൽ വീഡിയോ എടുത്താൽ 100 രൂപ കൊടുക്കണം. വെറുതെ അത് നീ വിശ്വസിച്ചോ? നീ ഒറ്റ വിഷ്വൽ ഇപ്പൊ എടുക്കൂല കേട്ടാ. നിങ്ങളെല്ലാരും പറയില്ല ഈ ചെക്കൻ്റെ വീഡിയോ അങ്ങനെ അവൻ വീഡിയോ എടുത്തതാണ്. ഇത് എഡിറ്റ് ചെയ്യുന്ന എനിക്കുണ്ടാകുന്ന പാട്. ആവശ്യമുള്ള എല്ലാം ഔട്ടായി പോകും, ഒന്നും കിട്ടൂല. അവിടെയൊക്കെ ഇവന്റെ മുഖം മാത്രം, പിന്നണിയിൽ നല്ല നല്ല കാര്യം നടക്കും, ഇവന്റെ മുഖം മാത്രം. എന്തെല്ലാം വേണ്ടി കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നു. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു അതിന് വീഡിയോ എടുത്താൽ 100 രൂപ പറഞ്ഞു. ആണ് വിശ്വസിച്ചത്. ചേച്ചിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. ആ ചേച്ചിയാ ഓരോ എക്സ്പ്രഷനും ഇല്ലോ. മുഖം പൊത്താൻ സാധ്യതയുണ്ട്. പോയി തുണിക്കടയിലെ ലിഫ്റ്റിലും സ്വർണ്ണമയമായി. ഇവിടെ സ്വർണ്ണമയമാണ്. കോപ്പിറൈറ്റ് ഉണ്ടോ? അതർ ഓഫ് ചെയ്ത് ഓഫാക്കാൻ പറ്റുമോ? നമുക്ക് ക്യാമറ നോക്കി പാടിയാലോ. നമ്മളപ്പുറത്ത് വീട്ടിൽ കയറി താമസത്തിന് പോയേ കണ്ണൂര്. അവിടെ നല്ല CCTV. അവിടെ ഞാനും അമ്മ കൂടെ റീൽ ചെയ്തു. കാണുന്നവര് കണ്ടോട്ട് നോക്കും. സന്തോഷം. ഞാൻ കാരണം എല്ലാവരും ഈ മാളും കണ്ടോ, മിൻറ്റ് മാൾ. എന്നാ സുൽത്താൻ ബത്തേരിയിലെ മിൻറ്റ് മാലാണ് ഉദ്ദേശിച്ചത്. കൊള്ളാല്ലേ ആ ഡ്രസ്സ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ മറ്റേ പാൻറ്റുണ്ട്. അതാണോ? ഇതാണോ? അതായിരിക്കണം. അത് ഇപ്പോൾ ചാടി മുഖം പൊത്തും കേട്ടോ. പരീക്ഷ എഴുതിയ പുസ്തകം പിള്ളേരൊക്കെ കാണുന്നതല്ലേ. ഇതാണ് എൻ്റെ കൂട്ടുകാരി ആര്യ. ഒന്നാളി പരിചയപ്പെടുത്തില്ല, ഒന്നോളം പരിചയപ്പെട്ടു. ഇതാണ് ആര്യ. ഇതാണ് എൻ്റെ ഐസ്ക്രീം കേട്ടോ. എന്താ പറയുക, എൻ്റെ ചിക്കു. ഞങ്ങൾ പണ്ട് കോയമ്പത്തൂർ ഇങ്ങനെ എല്ലാ മോളുകളിലും തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു. ഇതുപോലെ കോളേജിൽ PG ഒക്കെ പൈസ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഇങ്ങനത്തെ നടക്കും. നമുക്ക് ക്യാമറ ഉണ്ടെങ്കിൽ മിണ്ടാൻ ഭയങ്കര മടിയാണ്. ഞങ്ങളുടെ PGയിലുണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ചേർത്ത് വെക്കാവേ, കാണിച്ചിട്ടാണ്. ഞാൻ എന്നെ തന്നെ ഒന്നുമല്ല കാണുന്നത്. ഞാൻ കേൾക്കാതിരിക്കാൻ ഫോൺ അടുപ്പിച്ച് പിടിച്ച് രഹസ്യമായിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് എടുക്കുന്നത് ഞാൻ എന്നാ പോട്ടിനാ ഇവരെ കൊണ്ട്
ഇവിടെ ദീപ്തി ചേച്ചിയുടെ കൂട്ടുകാരിയെ കണ്ടു. കൂട്ടുകാരാണോ നടത്തില്ല? താണ്ട പോന്നു. ചേച്ചിയുണ്ട് വാ ഇങ്ങ് പോര്. ചേച്ചിയുടെ സബ്സ്ക്രൈബറാ താണ്ട പോന്നു. ഇങ്ങ് ബാ ഇവിടെ ഉണ്ട് താണ്ട പോന്നു. ചേച്ചിയുടെ സബ്സ്ക്രൈബറാന്നാ പറഞ്ഞേ. എനിക്ക് അറിഞ്ഞൂടാ. താണ്ട് എത്തി നോക്കുന്നു. അയ്യോ പോയോന്ന്. ഞാൻ ചോദിച്ചു അവനെ കൊണ്ടുവിടണോ എടോ ഞാനിവിടെ വരണോന്ന്. അവൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലെന്നാ പറയുന്നേ. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോന്നെന്ന് പറ. കവിത മാമി, ഞാൻ ഇവനോട് ചോദിച്ച മാമിനോട് വിളിച്ച് പറയട്ടെ എന്ന്. അപ്പൊ അവനൊരു നാണവും വലിയ മുതിർന്ന പൗരനായിരുന്നു. പക്ഷെ ഇവൻ ഇറങ്ങുന്ന പുറകെ ഞാൻ വിളിക്കും. അത് വേറെ കാര്യം. നോക്കിയും കണ്ടും ഒക്കെ പോണേടാ. അത് ആ നോട്ടമല്ല ഞാൻ പറഞ്ഞത്. ബോധം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. കോഴിക്കോട് എന്ന് പറഞ്ഞാല് അതേത് ഡയലോഗാ? അയ്യോ എന്റെ ഉണ്ണി പഴച്ചു പോയി. അത് തന്നെ. അതേപോലെ ആക്കിക്കരുത് നീ. അയ്യോ എനിക്ക് വയ്യേ. യാത്ര ചെയ്ത് ഞാൻ ആകെ എന്നത് കൂലം കിട്ടും. ആര്യനെ കണ്ടപ്പോൾ എന്ത് സന്തോഷമായി. അവള് പഴയ ഓരോരോരോ കാര്യം. ആദ്യം ഒറ്റ ചോദ്യം, കുഞ്ഞാവയോട് എന്നെ എങ്ങനെ സഹിക്കുന്നു? അവന്റെ ഒരു അഭിനയം ശീലമായിരുന്നു 2.5 വർഷം കൊണ്ട്. ഇത്രയും തങ്കപ്പെട്ട എന്നെ എന്ത് സഹിക്കാൻ ബുദ്ധിമുട്ട് അറിയിച്ചു. ഞാൻ പാവോ, ചേച്ചി പാവോന്ന് പറ. നിനക്ക് വേറെ സാധനം കാണണോ? ഏറ്റവും ഇഷ്ടം ആരോടാ? എന്തോ ചേച്ചി എന്ന് പറയണം കേട്ടാ. ഏറ്റവും ഇഷ്ടം ആരോടാന്ന് പറ. ആ ഉണ്ടപ്പന്റെ പേര് പറഞ്ഞു. എന്നാ നീ പോവണ്ടടാ. അല്ല അത്ര സ്നേഹം നീ പോവണ്ട. പാസ്പോർട്ട് കിട്ടത്തില്ല. പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് പോട്ടോ. അവനെ വിദേശത്തേക്ക് കടത്തി വിടുക അവരുടെ പേരൻസ് എന്ന് തോന്നുന്നു. കുറേ പേര് പിന്നെ എന്തൊക്കെ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഇവൻ പഠിക്കട്ടെന്നോ ജോലിക്ക് നിൽക്കട്ടെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവൻ്റെ വീട്ടുകാർക്ക് എന്താ പഠിപ്പിക്കാനുള്ളത് ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാനതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരുടെ വീട്ടുകാർക്ക് ഇതൊക്കെ പറ്റുന്നതാണ്, പറ്റാഞ്ഞിട്ടൊന്നുമല്ല. ഇത് ഞാനും അവനും തീരുമാനിക്കുന്നു, ഞാനും അവനും തോന്നുന്നു, ഞങ്ങൾ പറയുന്നു. അതെ, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഞങ്ങൾ അതെ. ജോലി കിട്ടിയില്ല, സാലറി കിട്ടിയില്ല. പക്ഷെ അവരെനിക്കിപ്പോൾ 38,000 രൂപ ഇങ്ങോട്ട് തരണം. എന്താണെന്നറിയാമോ? ഇവൻ ഉണ്ടാക്കിയ കേടുപാടുകൾ. തണുപ്പുള്ളിടത്തിരിക്കാം. ഇവനുണ്ടാക്കിയ കേടുപാടുകളും ഉണ്ട്. അതുകൊണ്ട് വീട്ടുകാരെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങൾ സ്വന്തം ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് അല്ലടാ. പക്ഷെ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ ലാസ്റ്റ് ചെയ്യുള്ളൂ. നീയോ? അവൻ എന്ത് ചോദിച്ചാൽ യായേ ഉള്ള അഭിനയമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറ്റി വിട്ടിരിക്കുന്നു ഗൈസ്. നിൽക്കും കുഞ്ഞാവ് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. വഴിതെറ്റി പോവരുത്. ഏത് ഫാനിന്റെ വീട്ടിലാന്ന്? ആ ഫാൻകട. നേരെ അങ്ങോട്ട് എവിടെ ഇറങ്ങണ്ടേ? കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യണം? റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ഷൊർണൂരിൽ എന്തിനു പോവാ? ഓ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ക്ലാസ്. ഫോണിന്റെ ചാർജ് കളയല്ലേ പ്ലീസ്. നീ അമ്മയോട് പറഞ്ഞായിരുന്നു പോകുന്ന കാര്യം? നിന്റെ അമ്മ വിളിച്ചത് എന്തോ പറയണ്ടേ? സത്യം പറയാലോ അല്ലേ? ആ ശരി, ഓക്കെ ഓക്കെ. ബസ് എടുത്തിട്ട് പോകണോ അല്ലാണ്ട് പോകണോ? എന്നാ പോവാ. ടാറ്റാ. ഉറങ്ങിപ്പോല്ലേ? ഞാൻ വിളിച്ചോളാം. ഉറങ്ങല്ലേ? ആ ശരി. എടാ മറ്റേ സാധനം വേണോ? ഈ കഴുത്തേ വെക്കുന്ന തലയാണ പോലത്തെ. അത് കഴുത്തലിട്ടുണ്ടെന്ന് നടന്നാൽ മതി. ചാരിയിരിക്കുക. കുറച്ചേ മതി ഓർക്കും. അത് എടുത്താൽ മതിയായിരുന്നു. ഓക്കെ. എനിക്ക് കഴിക്കാൻ മതിയല്ലോ. കുറച്ചിങ്ങ് പോരട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊക്കെയാണ് സന്തോഷമെന്ന്. ഞാൻ ഹാപ്പിയായി. കണ്ടോ ഏതോ ബുക്കിൻ്റെ പേപ്പറാണല്ലോ. ഇതൊക്കെ കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പി ആട്ടോ. ഞാൻ സാറ്റിസ്ഫൈഡാ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ പോട്ടെ. ടാറ്റാ. അയ്യോ വണ്ടി മാറിപ്പോയി. ചമ്മി പോയി. ഞാൻ ചെന്നോ നമ്മളെ വണ്ടിയല്ല വേറെ കയറുള്ളത്. ഞാനിപ്പോൾ തുറന്ന് കയറി കൂടെ പോയനല്ലോ. ശരിയോ
ഞാൻ വണ്ടി മാറി ഞാൻ പോയനേ കുഞ്ഞാ. അതല്ലേ നിന്നോട് പറഞ്ഞു നേരെ നോക്കി നടക്ക്, വണ്ടി മാറിപ്പോയിന്ന്. ഞാൻ നേരെ നോക്കി നടക്കാൻ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എത്തി, ഞാൻ വണ്ടിയെ പിടിക്കാതിരിക്കണമെന്ന്. ശേ, എനിക്ക് ഒറ്റ കളർ വണ്ടി വേണം. ഈ വണ്ടി വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ലാത്ത കളറ്. ഇപ്പോൾ ഒരു തെറ്റൂലല്ലോ. ഹായ്, എന്തൊരു മണം പേപ്പറിൻ്റെ അകത്ത് ചൂട് കപ്പലണ്ടി ഇട്ടപ്പോൾ. അപ്പം ഞങ്ങൾ പോട്ടെ കേട്ടോ.